ഇപ്പോഴോ ഒരു ആശ്വാസമായി. വെറുതെ അത് ഫീമെയിൽ സോങ് ആക്കിയത്. കുറിഞ്ഞികൾ അത് എന്തോ ചെയ്യുമെന്ന് ഇവൻ. ഞാൻ വിചാരിച്ചു ഇനി അവിടെ വരെ പോട്ടെ എന്ന്. ഇതുപോലെ ഇത് ഞാൻ ഈ ഒരു സമയത്ത് ഒന്ന് പറഞ്ഞേക്കാണ്, അല്ലെ പറഞ്ഞില്ലേ വലിയ ബുദ്ധിമുട്ടാവും. കോമ്പറ്റീഷൻ നടക്കുന്ന ചെറുപ്പത്തിൽ നമ്മളൊക്കെ ചെറുതാ. അപ്പൊ അവിടെ എപ്പോഴും കൊല്ലത്ത് പ്രൈസ് കിട്ടുന്ന ഒരു ചെക്കനുണ്ട്. സരസ്വതിയാമം കഴിഞ്ഞു. ഞാൻ അപ്പോഴേ ഇവന് ഇപ്പൊ ചാവുമെന്ന്. കാര്യം പാടാൻ പറ്റത്തില്ല. അപ്പൊ ഹലോ 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 ഓ എന്നൊക്കെ ശബ്ദം മറ്റേ പിടിച്ച് തിരിച്ച് ഓക്കെ 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 സരസ്വതി കഴിഞ്ഞു പാടി പ്രൈസും കിട്ടി. വേറൊരു പാട്ടില്ലേ, സ്വർണ്ണത്താമര? കൊല്ലത്തല്ലേ? അല്ല, കൊയിലാണ്ടിയില്ല. കൊല്ലത്തല്ലേ? പേര് ശരത്തെന്ന്. അവന്റെ പേര്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ശബരിമല പോകുന്നത്. അപ്പോൾ ദാസേട്ടനെ അഗാധമായിട്ട് പ്രേമിക്കുന്ന അല്ലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, രമേശ്. പുള്ളി എപ്പോഴും എലൂഫാണ്, ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല. പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും ചെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ക്രിക്കറ്റ് കളിക്കുന്നൊരു ആണ്, പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരെയും ഡൈനിങ് റൂമിലോട്ട് വരുത്തും. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് ലൈറ്റൊക്കെ അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ എല്ലാവരും പേടിച്ചു കഴിഞ്ഞു, എന്താ ഇത്? പുള്ളി അകത്തോട്ട് പോയിട്ട് ക്രിക്കറ്റിൻ്റെ വൈറ്റ് ആൻഡ് വൈറ്റ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് മറ്റേ വാഷ് ബേസിന്റെ അവിടുത്തെ ലൈറ്റ് മാത്രം ഇടും. എന്നിട്ട് ഇതെടുത്ത് വെച്ചിട്ട് ഒരു ഇടയ കന്യകേ ഗാനമേള. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്, പുള്ളിക്ക് അങ്ങനെ ഈ പിച്ചും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പുള്ളിയെ കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു കഴക്കൂട്ടം കഴിയുമ്പോഴത്തേക്ക് പാട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ വെറുതെ തുടങ്ങി വിട്ടിടും, ശബരിമലയിൽ തങ്ക സൂര്യോദയം തുടങ്ങും. അപ്പൊ അതിന്റെ അനുവല് എന്ന് പാടിക്കും. അത് തന്നെ, മരിക്കാൻ വേറെ ഒന്നും വേണ്ട. കീറി അവസാനം ഏകദേശം പന്തളത്തെത്തുമ്പോ നമ്മള് രമേശെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ കാറ്റായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ.